എന്താണ് NDA സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം? ഇന്നലെ വരെ സ്ഥാനാർത്ഥി പറഞ്ഞിരുന്നത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത് എന്നതാണ്. പക്ഷേ ഇന്ന് മോഹൻ ജോർജ് അല്പം നില മെച്ചപ്പെടുത്തുന്ന തരത്തിലേക്ക് BJPയുടെ പെർഫോമൻസ്, NDAയുടെ പെർഫോമൻസ് മാറും എന്ന തരത്തിൽ പറഞ്ഞു നിർത്തുന്നത് കണ്ടു. എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ അത്ര വോട്ട് നേടാൻ കഴിയുമോ? ഒരു പക്ഷേ വോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. അത് ഒരു പക്ഷേ വിജയത്തിൽ പോലും നിർണായകമാകും. അപ്പോൾ നിങ്ങൾക്ക് ആരുമായി ബന്ധം എന്നുള്ള ചർച്ചകളൊക്കെ വീണ്ടും സജീവമായി വരും. ഏറ്റവും അവസാനത്തെ കണക്കുകൂട്ടൽ നിങ്ങളെ സംബന്ധിച്ച് എന്താണ്? നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ആദ്യമായി നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ അടുത്ത കാലത്ത്. പൊതു തിരഞ്ഞെടുപ്പുകളിൽ, സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന തിരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം നടക്കുന്ന തിരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്തിട്ട് ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു ഡിസ്റ്റന്റ് തേർഡ് ആയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തുറന്ന് സമ്മതിക്കുന്ന ഒരു വസ്തുതയാണ്. ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അല്ല, ഞാൻ പറയട്ടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ ഇടപെട്ടാൽ എനിക്ക് പറയാൻ കഴിയില്ലല്ലോ. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഞങ്ങളുടെ മണ്ഡലങ്ങളെ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് എന്നീ തരത്തിൽ വേർതിരിച്ചുകൊണ്ടാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത്. ഞങ്ങളുടെ C ക്ലാസ് ഗണത്തിൽപ്പെടുന്ന ഒരു മണ്ഡലമാണ് നിലമ്പൂർ പോലെയുള്ള മണ്ഡലം. അതേസമയത്ത് പാലക്കാട്, തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളും നിർണായകമായിട്ടുള്ള ത്രികോണ മത്സരം വരികയും അവിടെയൊക്കെ നേമമടക്കമുള്ള സ്ഥലത്ത്, തൃശ്ശൂർ അടക്കമുള്ള സ്ഥലത്ത് പല മണ്ഡലങ്ങളിലും നമ്മൾ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ കോട്ടകളെ തകർത്ത് അവരെ പിന്നിലാക്കി 1ാം സ്ഥാനത്തെത്തിയ ഒരു ചരിത്രം ഈ സമീപ ഭൂതകാലത്ത് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലയിലെ പ്രത്യേകമായ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം, ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം, മതന്യൂനപക്ഷങ്ങൾക്കുള്ള വോട്ടിലുണ്ടായത് വലിയ മതന്യൂനപക്ഷങ്ങൾക്ക് BJPയോട് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോഴും അവർ പൂർണ്ണമായി ഞങ്ങളിലേക്ക് വരാത്തൊരു സാഹചര്യം, ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോഴും ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ആദ്യം മുതൽ നേരിടുന്നത് വികസനത്തെ അജണ്ട മുൻനിർത്തിക്കൊണ്ടാണ്. വികസനമില്ല എന്നുള്ളതായിരുന്നു നിലമ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ആ ചർച്ച ആദ്യഘട്ടത്തിൽ UDFന്റെയും LDFന്റെയും ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ ആ ചർച്ച മുന്നോട്ട് പോയപ്പോൾ 30 വർഷം വികസനം തടഞ്ഞു വെച്ചത് UDFും കഴിഞ്ഞ 9 വർഷം വികസനം നടത്താതിരുന്നത് LDFും എന്നുള്ള ചർച്ച വന്നപ്പോൾ അവർക്കത് പരസ്പരം തിരിച്ചടി ഉണ്ടാകുമെന്ന് അവർ ഇരുകൂട്ടരും മനസ്സിലാക്കുകയും വികസനവും ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അജണ്ട വഴിതിരിച്ചു വിടുകയും ഈ രണ്ട് കൂട്ടരും മതത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്ത ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും നിർണായകമായിട്ടുള്ള ഘട്ടം. അതായത് അവസാന ഘട്ടം, വോട്ടർമാരെ സ്വാധീനിക്കേണ്ട ഘട്ടം, വോട്ടർമാർ നിർണായകമായ തീരുമാനമെടുക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൊടിയും രാഷ്ട്രവിരുദ്ധരായിട്ടുള്ള മതഭീകരവാദ സംഘടനയെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF പരസ്യമായി രംഗത്ത് വന്നു. സ്വരാജിന്റെ കൊട്ടിക്കലാശത്തിൽ LDFന്റെ പ്രകടനത്തിൽ ചെങ്കൊടിക്കൊപ്പം PDPയുടെ കൊടി ഉയർന്നു പറക്കുന്ന കാഴ്ചകൾ നിങ്ങളൊക്കെ ലൈവായിട്ട് കാണിച്ചതാണ്. അപ്പൊ ഒരു ഭാഗത്ത് മൗദൂദിയും മറുഭാഗത്ത് മദനിയും നിന്നുകൊണ്ട് സംഘടിത ന്യൂനപക്ഷങ്ങൾ എന്നുള്ളതല്ല പ്രശ്നം, മതഭീകരവാദ സംഘടനകൾ സിന്ദൂർ പോലെയുള്ള ഓപ്പറേഷൻ നടക്കുമ്പോൾ അതിന് ഒരിക്കലും ഓൺ ചെയ്യാത്ത, അത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു പ്രസ്താവന പോലും ഇറക്കാത്ത ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകൾ, അതുപോലെ തന്നെ PDP പോലെയുള്ള മതഭീകരവാദ സംഘടനകൾ. അപ്പൊ ഈ ഇരു മുന്നണികളും ഈ തീവ്രവാദ, ഭീകരവാദ, രാഷ്ട്രവിരുദ്ധ സംഘടനകളുടെ തടവറയിലായി ഈ തെരഞ്ഞെടുപ്പ് എന്ന് കൂടുതൽ വ്യക്തമാകുന്നു. നമുക്ക് നേരത്തെ അറിയാം, കൈവെട്ട് കേസ് പോലുള്ള സമയത്ത് തീവ്രവാദം കേരളത്തിൽ ചർച്ച ചെയ്തതാണ്. ഞങ്ങൾ ദീർഘകാലമായിട്ട് പറയുന്നു ഇരു മുന്നണികളും കപട മതേതരവാദികളാണ്. ഇവർ ആവശ്യം വരുമ്പോൾ ഒക്കെ തന്നെ, തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ തന്നെ മതതീവ്രവാദത്തെ, മതമൗലികവാദത്തെ കൂട്ടുപിടിക്കുന്നു. അങ്ങനെ അവരെങ്ങനെയെങ്കിലും ജയിച്ചു കയറാനുള്ള ശ്രമം നടത്തുന്നു. അതിനെ കൂടുതൽ വെളിവാക്കുന്ന അടുത്ത കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അത് പ്രധാനപ്പെട്ട ചൂണ്ടുപലകയാണ്. ആ ഒരു നിലമ്പൂർ തെരഞ്ഞെടുപ്പിലെ അവിശുദ്ധമായ കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ ക്യാമ്പയിനുമായിട്ട് മുന്നിട്ടിറങ്ങാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്തു തന്നെയായാലും LDF ഏറ്റവും വലിയ പ്രതീക്ഷ വെക്കുന്നതും അതുതന്നെയാണ്. വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട് തുറന്നു കാട്ടാൻ കഴിഞ്ഞു. അതിന് ജനങ്ങൾ വോട്ട് ചെയ്യും എന്നതാണ് LDFന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. മതനിരപേക്ഷ നിലപാട് ഉയർത്തി മുന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വോട്ടുകൾ, LDF പ്രതീക്ഷിക്കുന്ന വോട്ടുകളാണ്. അവിടെ ഈ പ്രചരണത്തിന്റെ 3/4 പങ്ക് സമയവും അവർ ചെലവഴിച്ചത് ആ വിഷയം തുറന്നു കാട്ടാനാണ്. മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ സംസാരിച്ചത് കൂടുതൽ സമയവും അതിനെക്കുറിച്ചാണ്.
അല്ല, അങ്ങനെയല്ല. അവര് PDP അബ്ദുൽ നാസർ മദനിയെ ഒപ്പം നിർത്തിക്കൊണ്ട് മതതീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നത് എത്രമാത്രം ബാലിശമായിട്ടുള്ള കാര്യമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കിയല്ലേ, ജനങ്ങളെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തല്ലേ. അബ്ദുൽ നാസർ മദനീത വന്നിരിക്കുന്നു, തീവ്രവാദി വന്നു എന്ന് പറയണ്ട എന്ന് പൊന്നാനിയിലും മറ്റും പറഞ്ഞ പിണറായി വിജയൻ നിലമ്പൂരിലെ ഓരോ കവലകളിലും മുഖ്യമന്ത്രി വന്ന് പ്രസംഗിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത്. മുഖ്യമന്ത്രിയെ പോലെ ഒരാൾ, ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഓരോ മുക്കിലും പോയിന്റ് മീറ്റിങ്ങുകളിലും വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും അങ്ങനെ പ്രചരണം നടത്തി മുന്നോട്ട് പോയിട്ടുള്ള ഒരു സാഹചര്യം, അത് എത്രമാത്രം LDF-നെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം അവര് ഇത്രയും വലിയ പ്രചരണം നടത്തുമ്പോഴും മതതീവ്രവാദത്തെ ഒപ്പം നിർത്തുന്നു. അപ്പുറത്ത് നിൽക്കുമ്പോൾ അത് തീവ്രവാദിയല്ല, ഇപ്പുറത്ത് നിൽക്കുമ്പോൾ തീവ്രവാദി. ഇപ്പൊ ഇരുകൂട്ടരും ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്നുള്ള BJP മുന്നോട്ട് ദീർഘകാലമായിട്ട് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ TK അശോക് കുമാർ, താങ്കൾ മത്സരിച്ചപ്പോഴുള്ള 8500 വോട്ട്, നിങ്ങൾക്ക് 3ാം സ്ഥാനം, അത് നിലനിർത്താൻ കഴിയുമോ NDA സംബന്ധിച്ച് ഇത്തവണ? അല്ല, ഭാരതീയ ജനതാ പാർട്ടി ഇപ്പൊ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റും, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം അതിന് സ്വീകാര്യത ലഭിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ക്യാമ്പയിനിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ക്യാമ്പയിൻ അനുസരിച്ചുള്ള മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. ഇനി അതിനെ എങ്ങനെയെങ്കിലും മതതീവ്രവാദത്തെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിനെതിരായിട്ടുള്ള TK അശോക് കുമാർ, അവിടെ തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് എല്ലാം തുറന്നു കാട്ടാൻ കഴിഞ്ഞു, ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ BDJS മത്സരിച്ച 12,200 ശിഷ്ടം വോട്ട് കിട്ടുമോ എന്നല്ല ചോദിച്ചത്. വയനാട്ടിൽ K സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ കിട്ടിയ 17,000-ൽ പരം വോട്ട് കിട്ടുമോ എന്ന് ചോദിച്ചില്ല. താങ്കൾ കഴിഞ്ഞ തവണ മത്സരിച്ച 8500 വോട്ടെങ്കിലും കിട്ടണ്ടേ? നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത്രയെങ്കിലും മിനിമം കിട്ടണ്ടേ? അല്ല, രേണു, ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ അവസ്ഥ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചപ്പോൾ കേവലം 30,000 വോട്ട് മാത്രമാണ് സിറ്റിംഗ് MLA ഉള്ള ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ലഭിച്ചത്. 65,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഇവിടെ നിന്ന് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുമോ കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ വോട്ട് കച്ചവടം നടത്തിക്കൊണ്ട് കോൺഗ്രസിന് കൊടുത്തതാണെന്ന്? അപ്പൊ നിലമ്പൂരിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ഔട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ മാറി മറിയുന്നതിന് ജനങ്ങളുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഒരു MLA ഉള്ള ഒരു സ്ഥലത്ത് 30,000 വോട്ടിലേക്ക് ചുരുങ്ങി CPIയുടെ സ്ഥാനാർത്ഥി, അതും CPIയുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് ഇവിടെ മത്സരിച്ചത്. സത്യൻ മൊകേരിയെ പോലെയുള്ള ഒരാൾ അല്ലെങ്കിൽ ആനി രാജയെ പോലെയുള്ള ആളുകൾ 30,000 വോട്ടിലേക്ക് ചുരുങ്ങുകയും UDF-ന്റെ അത് ഒരുപക്ഷെ മറ്റൊരു കാരണം കൂടി ഉണ്ടാവും, കേന്ദ്രത്തിലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ഇരു കക്ഷികളും, അതുകൊണ്ടായിരിക്കാം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്നുണ്ട്. വോട്ട് പറയാനുള്ള സാഹചര്യം അപ്പോൾ NDA ഇപ്പോൾ തന്നെ മുന്നിൽ കാണുന്നു. അതിന്റെ കാര്യകാരണങ്ങൾ, ന്യായീകരണങ്ങൾ അതെന്താണ് എന്നുള്ളത് പറഞ്ഞും തുടങ്ങുന്നു നേതാക്കൾ എന്നാണ് എനിക്ക് ഇപ്പോൾ മനസ്സിലായത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായ രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് മുഖത്ത് കാപട്യമില്ല. 8500 എന്ന വോട്ട് പോലും അതുപോലും ഉറപ്പാക്കാൻ പറ്റുമോ എന്നത് NDA ക്യാമ്പിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറയുന്നത്. ശ്രീ